ഈ പെൺകുട്ടി കാണിച്ച ഈ ഒരു സംഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവിടെ ഈ പെൺകുട്ടി ചെരുപ്പ് കടയിൽ പോയി ചെരുപ്പ് കടക്കാരന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് എന്റെ ഷൂ പോളിഷ് ചെയ്ത് താടാ എന്ന് പറയുന്നു. അപ്പോൾ ചെരുപ്പ് കടക്കാരൻ ആ പെൺകുട്ടിയോട് പറയുന്നു, നിനക്ക് എത്രത്തോളം അഹങ്കാരം ഉണ്ടായിട്ടാ എന്റെ മുകളിൽ കാല് വെച്ചിട്ട് ഷൂ പോളിഷ് ചെയ്താ എന്ന് പറയുന്നത്? പോളിഷ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നത്, എന്റെ കാൽ നീ തട്ടിവിടുന്നോ? സാധാരണ ഒരു ചെരുപ്പ് തയ്ക്കുന്ന നിനക്ക് ഇത്രയും അഹങ്കാരമാണെങ്കിൽ എനിക്ക് എത്രത്തോളം അഹങ്കാരം കാണും? അങ്ങനെ ആ പെൺകുട്ടി ആ ചെരുപ്പെല്ലാം തട്ടിക്കളയുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്താണോ ഇങ്ങനൊക്കെ ഇവിടെ വന്ന് കാണിക്കാൻ? ഇപ്പൊ ഭ്രാന്തുള്ളത് ആർക്കാന്ന് ഞാൻ കാണിച്ചു തരാടാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് രക്ഷിക്കുമോ, എന്നെ ഒന്ന് രക്ഷിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ റോഡിലൂടെ നടന്നു പോയ ഒരാൾ വരുന്നു. എന്താണ്, എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. എന്റെ സ്വർണ്ണ ചെയിൻ ഇയാൾ എടുത്തു വെച്ചിട്ട് അയാൾ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കള്ളം പറഞ്ഞിട്ട് തെറ്റായ വഴിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇയാൾ. അപ്പോൾ അയാൾ ചെരുപ്പുകാരന്റെ കവളിൽ അടിച്ചിട്ട്, എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എടുത്ത സാധനം തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു. ചെരുപ്പുകടക്കാരൻ പറയുന്നു, ഈ പെണ്ണ് കള്ളം പറയുകയാണ്, ഞാൻ ചെയിനൊന്നും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ആരാ കള്ളം പറഞ്ഞെന്ന് നമുക്കിപ്പോൾ തന്നെ അറിയാം, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ റോഡിൽ നിന്ന് നടന്നു വന്ന ആൾ പറയുന്നു, പോലീസിനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ അയാളോട് ചോദിക്കട്ടെ എന്താണെന്ന്. അങ്ങനെ ആ ചെരുപ്പ് കടക്കാരനോട് മാറ്റി നിർത്തിയിട്ട് പറയുന്നു, നിന്റെ കൈ എത്ര രൂപയുണ്ടോ അതങ്ങ് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ അവൾ പോലീസിനെ വിളിക്കും എന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് ചോദിക്കുന്നു, മേഡം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എനിക്കൊരു 5000 രൂപ തന്നാൽ ഞാൻ പോലീസിനെ ഒന്നും വിളിക്കില്ല. അത് ചെരുപ്പ് കടക്കാരനോട് പറയുന്നു, 5000 രൂപ കൊടുത്താൽ പോലീസിനോടൊന്നും പറയില്ല എന്ന്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ രണ്ടും ഒരുമിച്ച് വന്നവരാണ്. ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് അയാളെ പറ്റിച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. അപ്പോൾ അയാൾ പറയുന്നു, നിങ്ങൾ പോലീസിനെ വിളിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി പോലീസിനെ വിളിച്ചു വരുത്തുന്നു. ഇതിന് ശേഷമാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഈ പെൺകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം മാറ്റി പോലീസിനോട് പറയുന്നു. റോഡിലൂടെ നടന്നു വന്ന അയാളും ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ ആ പോലീസ് ആ ചെരുപ്പ് കടക്കാരനെ നോക്കി സല്യൂട്ട് ചെയ്യുന്നു. അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഇതൊരു ചെരുപ്പ് കടക്കാരനല്ല, പോലീസാണെന്ന്. അദ്ദേഹം ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അവരോട് പറയുന്നു, ഇങ്ങനെയാണോ നിങ്ങൾ സമൂഹത്തിൽ കള്ളന്മാരെക്കാട്ടിലും മോശമായി ചെയ്യുന്ന പ്രവൃത്തികൾ? നിങ്ങളെയൊക്കെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പോലീസ് ചെയ്ത ഈ നല്ലൊരു പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.